Hi dear friends, welcome back to Travel Lovers by Munna. ഇന്നൊരു ഡേ ആൻഡ് മൈ ലൈഫ് വ്ളോഗാണ്. ആദ്യം കാലത്തൊക്കെ എണീറ്റ് ഒരു കട്ടനൊക്കെ കുടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മോർണിംഗിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കി. അപ്പോൾ കിഴങ്ങ് കറിയാണ്, ഉരുളൻകിഴങ്ങ് കറി. ദോശ ഉണ്ടാക്കാനാണ് പരിപാടി. അപ്പോൾ അതിന് ഉരുളൻകിഴങ്ങ് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞങ്ങൾ വെക്കണ സ്റ്റൈലിൽ ഞങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളൂ. അപ്പോൾ കിഴങ്ങ് കറി ആദ്യം ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 വിസിലടിക്കുമ്പോഴത്തേനും കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ കടുക് പൊടിക്കുക. കടുക് പൊടിച്ചതിന് ശേഷം ചെറിയതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സബോള അരിഞ്ഞ് വെച്ചത് ഇട്ട് ഇതേപോലെ നല്ലപോലെ വഴറ്റി സെറ്റാക്കി എടുക്കുക. സബോള നല്ലപോലെ വഴറ്റി വരുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു തക്കാളി ചെറിയതായി അരിഞ്ഞത് അതും കൂടി ആഡ് ചെയ്യുക. അപ്പോഴത്തേനും നമ്മുടെ അവിടെ കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇടുക. നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുമ്പോൾ. ഇതിൽ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചതും അതേപോലെ ക്യാരറ്റും വേവിച്ചതൊക്കെ ആഡ് ചെയ്യുക. പക്ഷെ അതിലും ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടം ഇതേപോലെ ഉണ്ടാക്കണതാണ്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടിലേക്ക് കിഴങ്ങ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കിഴങ്ങ് വേവിച്ച വെള്ളം തന്നെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ മോർണിംഗിലേക്കുള്ള കിഴങ്ങ് കറി റെഡിയായി. ഇനി അതിലേക്കുള്ള ദോശ ഉണ്ടാക്കുകയാണ്. ദോശയൊക്കെ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ ചായ കുടിക്കായിരുന്നു. കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരുമ്പിയത് വാഷിംഗ് മെഷീനിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഉണക്കാനിട്ട് പിന്നെ പുറത്തിട്ടില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണ കാരണം പിന്നെ പുറത്തിട്ടില്ല. അപ്പോൾ ബാൽക്കണിയിൽ കൊടുന്നിട്ട് സ്റ്റാൻഡും ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കലും കട്ടിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ചേഞ്ച്. എപ്പോഴും ഒരേ ഒരു ഭാഗത്ത് കട്ടിലെടുക്കുമ്പോൾ നമുക്കൊരു ഇതില്ല. അപ്പോൾ മാറ്റിയിടുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലും ഒരു ചേഞ്ചുമാണ്, നമുക്കൊരു റിഫ്രഷിങ് പോലെയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള പരിപാടിയാണ്. അപ്പോൾ കട്ടിൽ സൈഡിലേക്കൊക്കെ മാറ്റിയിട്ട് പിന്നെ റൂമൊക്കെ ഒന്ന് ഫുള്ള് ക്ലീനാക്കി. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ കിച്ചണിൽ ഉച്ചക്കത്തുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നിന്നായിരുന്നു, പിന്നെ കിച്ചണിൽ കയറിയില്ല. അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഫുഡിൻ്റെ ടൈമായി. പിന്നെ ഫുഡ് കഴിക്കായിരുന്നു. അധികം പ്രത്യേകിച്ച് അങ്ങനെ വിഭവങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. മീൻകറിയും അതേപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളുള്ള ഉമ്മയുടെ മീൻകറി ഞാൻ നാട്ടിൽ വന്നിട്ടുള്ളൊരു വ്ളോഗിൽ ഞാൻ മീൻകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക.
ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് എണിച്ച്. കാരണം ഇപ്പം നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയണ പോലെയല്ലേ ഓൺലൈൻ ക്ലാസ്സുകൾ മക്കൾക്ക്. മറ്റേ നമ്മൾ കാലത്ത് മക്കളെ പറഞ്ഞയച്ച് അവർ ഉച്ചരിയുമ്പോൾ എത്തണ ഒരു ടൈമല്ലേ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മക്കളൊപ്പം നമ്മളും ഇരിക്കണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം ഓൺലൈൻ ക്ലാസ്സിനുള്ള പരിപാടിക്ക് നിന്ന്. ക്ലാസ് കഴിയാറാവുകനെ തന്നെ നല്ല മഴക്കുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. നല്ല മഴക്കാറ് വന്നിരുന്നു. അപ്പോൾ ക്ലാസ് കഴിയലോ നല്ലൊരു മഴയും പെയ്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത്, കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. മഴയൊക്കെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് റോഡ്. അപ്പോൾ അവിടെ മോനക്ക് ഈ എനിമൽസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ആടിനെ കൊടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടും അവനക്ക് പുല്ല് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അല്ലാണ്ട് ദൂരെ വഴിക്കൊന്നല്ല, നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് റോഡ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അകത്ത് കയറി. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ കറങ്ങി വന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വിശപ്പൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ മോനക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് ഉണ്ടാക്കുകയും ചെയ്ത്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ അതിലിടുന്നുണ്ട്. ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ നൂഡിൽസാണ്. ഇപ്പം ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സാധാ ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ സോഫ്റ്റിൽ കുഴക്കേണ്ട, അധികം സോഫ്റ്റിൽ കുഴച്ചിത് വെക്കേണ്ട. കാരണം അത് സോഫ്റ്റിൽ കുഴച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ നൂലപ്പത്തിൻ്റെ അച്ചിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ നൂല് പോലെ വരില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം കുറച്ച് റഫാക്കിയിട്ട് കുഴച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് ഒന്നും കൂടെ കുഴക്കുക. എന്നിട്ടിത് നമ്മൾ എടുത്ത് വെക്കേണ്ട കാര്യമില്ല, എടുത്ത് വെക്കാനും പാടില്ല. അപ്പം തന്നെ നമ്മളിത് വേവിച്ചെടുക്കുകയും വേണം. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മളിത് നൂൽപുട്ട് ഉണ്ടാക്കണ പോലെ തന്നെ അതിലേക്ക് നമ്മൾ നല്ലപോലെ ചിറ്റിയെടുക്കുക. അപ്പോൾ ഈ നൂല് നമ്മൾ അധികം സോഫ്റ്റ് ആയാൽ നൂല് പെട്ടെന്ന് പൊട്ടും. ഇത് എന്താ പറയുക, നമ്മൾ അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുക തന്നെ വേണം, അല്ലാണ്ട് പൊട്ടില്ല. ഇത് കുറച്ച് കഴിഞ്ഞ് അധികം ഇതിലിടുകയും വേണ്ട, കാരണം നല്ല പോലെ വേവും വേണ്ട. അപ്പോൾ പിന്നെ കട്ട പിടിക്കും. നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ നേരത്ത് ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കോരിയിട്ട് എടുക്കാം. നൂഡിൽസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വൈറ്റ് സോസിന് ഞാൻ മുന്നേ അതേപോലെ ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയതിൽ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഞാൻ കാണിക്കണമെന്നില്ല. ബട്ടറും കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമ്മൾ വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇടുക വേണമെങ്കിൽ. ഇനി ആ സോസ് വേറൊരു പാനിലേക്ക്, ആ ഒരു പാനിൽ എല്ലാം മിക്സും കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സോസ് വേറൊരു പാനിലേക്ക് ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കുറച്ച് കട്ടി കൂടിപ്പോയാൽ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഇതേപോലെ നല്ല പോലെ ഒന്ന് കുറച്ചും കൂടെ കട്ടി കുറയ്ക്കാം. അതിലേക്ക് ശേഷം കുറച്ച് ഒറിഗാനോ, പിന്നെ നമ്മൾ മിളക് കുത്തിയതാണ് ഇടുന്നത്. മിളക് കുത്തിയതാണ് ഇതിലത്തെ മെയിന്. അപ്പോൾ നമ്മൾ മിളക് കുത്തിയതും ഒറിഗാനോ മാത്രമേ ഇതിൽ നമ്മൾ ആഡ് ചെയ്യണുള്ളൂ. നല്ല പോലെ ഇത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇതോടുക്കനെ നമ്മുടെ നൂഡിൽസ് ഉണ്ടാക്കൽ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി എടുക്കുകയും ചെയ്യാം. മക്കൾക്കാണെങ്കിൽ അത് ഹെൽത്തിയാണ്. അധികം പുറമെന്ന് വാങ്ങിക്കണ നമുക്ക് മസാലയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, അവർക്ക് നല്ല ഇഷ്ടപ്പെടും. അതിന് മേലെ പിന്നെ ഞാൻ കുറച്ചും കൂടെ മിളക് കുത്തിയത് കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എരിവിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. മക്കൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവ് കുറച്ചിട്ടാക്കിയാലും കുഴപ്പമില്ല.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കണോണ്ട് നമുക്ക് അധികം എന്താ പറയുക, മക്കൾക്ക് കൊടുക്കാനാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മൈദയും കാര്യങ്ങളും അങ്ങനത്തെ ഇതുകൊണ്ടൊന്നല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.